വിപിൻ സി വിജയനും ചേരുന്നുണ്ട്. വിപിനാണ് ഈ പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം മുഴുവൻ അവിടെ നിന്ന് കേട്ടത്. വിപിൻ, എന്താണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഭാവി പരിപാടിയായി അൻവർ നൽകുന്ന സൂചന? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം എന്നാണ് പറയുന്നത്. സി പി എമ്മിൻ്റെ രീതി വെച്ചുകൊണ്ട് സി പി എമ്മിനെ ഇങ്ങനെ ഒരാൾ വെല്ലുവിളിക്കുകയും അതൊരു പൊതുസമ്മേളനം എന്ന പ്രഖ്യാപനത്തിലേക്ക് പോവുകയും ചെയ്താൽ അടി കിട്ടും. ആ രൂപത്തിൽ പാർട്ടിയെ പ്രകോപിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു പൊതുസമ്മേളനം നടത്തും എന്ന് പറയാനുള്ള ആത്മവിശ്വാസം അവിടുത്തെ ജില്ലയിൽ പാർട്ടിയുമായി ഏറ്റവും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വതന്ത്രനെന്ന് സി പി എം നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ പോലും കരുതുന്ന ഒരാളാണ് അൻവർ. ആ പിന്തുണ അൻവറിന് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണോ നിലമ്പൂരിൽ ജനങ്ങളെ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലൈൻ വിശദീകരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് അൻവർ പ്രഖ്യാപിക്കുന്നത്? അതെ വേണു, ഇപ്പോൾ പറയേണ്ടതിന്റെ ഏറ്റവും പരമാവധി പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതും മുഖ്യമന്ത്രിക്കെതിരെ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു എതിർ ശബ്ദം പോലും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം സ്ഥിതി അതല്ല. കടന്നാക്രമിച്ചിരിക്കുകയാണ് ഒരു ഇടത് MLA തന്നെ. അതും കുടുംബാംഗങ്ങളെ പോലും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശങ്ങളാണ് പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അണികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നുണ്ടായത്. പരമാവധി പാർട്ടിയിലെ പ്രവർത്തകരെയും അണികളെയും അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ലൈൻ തന്നെയായിരുന്നു ഇന്ന് ഈ 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ മുഴുവനായി അൻവർ പറഞ്ഞത്. പാർട്ടി നേതൃത്വത്തിലെ ചില പുഴുക്കുത്തുകളെ പാർട്ടി നേതൃത്വത്തിനെ മുഖ്യമന്ത്രിയൊക്കെ തള്ളി പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അണികളെ എല്ലാ തരത്തിലും ചേർത്ത് പിടിക്കുന്ന രീതിയിലായിരുന്നു പാർട്ടി സഖാക്കൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു ആദ്യം മുതൽ എടുത്തൊരു ലൈൻ. അതുകൊണ്ട് തന്നെ ഈ പൊതുസമ്മേളനത്തിൽ തനിക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ നേരിടേണ്ടി വന്നത് എന്നത് വിശദീകരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. മുഖ്യമന്ത്രി ചതിച്ചു എന്നുള്ള പ്രയോഗം തന്നെയാണ് പി വി അൻവർ നടത്തുന്നത്. 10 മിനിറ്റ് താൻ ചെന്ന് അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കത്തി ജ്വലിച്ചു നിന്നിരുന്ന ഒരു സൂര്യനായിരുന്നു മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സൂര്യശോഭ കെട്ടിയിരിക്കുന്നു. 100-ൽ 0 മാർക്കായി മാറിയിരിക്കുന്നു. അതിന് കാരണം അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു നെക്സസ് ആണ്. അതിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെട്ടു എന്നുള്ളതാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പി വി അൻവർ കടക്കുകയും ചെയ്തു. ഒപ്പം ഈ തൃശൂർ പൂരം കലക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ? കാരണം പി ശശിക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയണ്ടേ എന്നുള്ളതാണ്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഈ ഒരു സംശയത്തിന്റെ മുന തീർക്കുന്നുണ്ട്. പി ശശി ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് റിയാസിന് വേണ്ടിയാണോ എന്നുള്ളത് എടുത്തു ചോദിച്ചപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നുള്ളൊരു ഉത്തരമായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇങ്ങനത്തെ ഒരു സംശയത്തിന്റെ മുന പാർട്ടിയുടെ എല്ലാ തരത്തിലും അതിന്റെ നേതൃത്വത്തെ മുഴുവൻ സംശയനിലയിലാക്കുന്നു. ഒപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഇതിൽ ഒന്നും ചെയ്യാനില്ല, അദ്ദേഹം നിസ്സഹനായി ഇരിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിക്ക് അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഇനി ഉയരുന്നത്. പി വി അൻവറിന് ഇനി പാർട്ടിയിൽ ഈ രീതിയിലേക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും എന്നുള്ളതിന് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. മടിയിൽ കനമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഈ വിഷയത്തിൽ തന്റെ ഒപ്പം നിൽക്കാത്തത്, തനിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് തരാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ തനിക്ക് ഇനി മുസ്ലിം ലീഗിലേക്ക് പോകാൻ പറ്റില്ല, കോൺഗ്രസിലേക്ക് പോകാൻ കഴിയില്ല, പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുസമ്മേളനം എന്ന് പറയുന്ന വലിയ പ്രഖ്യാപനത്തിലേക്ക് അൻവർ കടന്നിരിക്കുന്നത് എന്ന് മാത്രവുമല്ല വിപിനെ, ഇതിനകത്തൊരു വലിയ തിരുത്തൽ അദ്ദേഹം നടത്തിയിട്ടുള്ളതും വിപിൻ ശ്രദ്ധിച്ചു കാണുമല്ലോ. പൊളിറ്റിക്കൽ DNA പറ്റിയാണ് പറഞ്ഞത്, അല്ലാതെ ബയോളജിക്കൽ DNA പറ്റിയല്ല എന്ന് രാഹുലുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ കൃത്യമായ വിശദീകരണം ഇന്ന് അദ്ദേഹം നൽകുന്നു. എന്ന് മാത്രമല്ല, നെഹ്റു കിടന്നുറങ്ങിയിട്ടുള്ള വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്കൊക്കെ അവകാശപ്പെടാൻ കഴിയുന്നതിനേക്കാൾ മഹിതമായ പാരമ്പര്യം ഗാന്ധി കുടുംബവുമായി തൻ്റെ കുടുംബത്തിനുണ്ട് എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ചില വാതിലുകൾ സാന്ദർഭികമായി തുറന്നിടുക കൂടെ ചെയ്യുന്നുണ്ട് അൻവർ. ഞാൻ വിപിനിലേക്ക് വരാം, ദിലീപിലേക്ക് ഒരിക്കൽ കൂടി. ദിലീപ്, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ കടന്നു വന്നതാണ് ഈ ഒഞ്ചിയം എന്ന് പറയുന്ന ഘടകം. അതിനോട് താരതമ്യം ചെയ്യുന്ന ഒരു ചോദ്യം കൂടി, അതായത് നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം വിളിക്കുക, അത് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് സുഗമമല്ല അൻവറിനെ സംബന്ധിച്ച്. ഇപ്പം നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഒഞ്ചിയത്ത് ഇതുപോലെ തന്നെ TPയുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം വിളിക്കുകയുണ്ടായി. ആ സമ്മേളനത്തെ കൗതുകത്തോടെയാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വം കണ്ടത്. അധികം ആളൊന്നും ഉണ്ടാകില്ല. അതിനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു പാർട്ടി സമ്മേളനം CPM ജില്ലാ നേതൃത്വം നടത്താനും അവർ കണക്കൂട്ടി. പക്ഷേ CPMനെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഒഞ്ചിയത്ത് ഈ പറയുന്ന പാർട്ടി ബന്ധുക്കളും അണികളുമെല്ലാം ഈ TP വിളിച്ചു ചേർത്ത മഹാസമ്മേളനത്തിൽ പങ്കുചേർന്നത്, അല്ലേ? അത്രയും ഒരു വലിയ ഉന്നതിയിലേക്ക് നമുക്ക് അൻവറിനെ വെക്കേണ്ടതില്ല. പക്ഷേ പാർട്ടി നേതൃത്വവും പാർട്ടി അണികളും തമ്മിലുള്ള ജൈവബന്ധം അറ്റുപോകുന്നു എന്ന വിമർശനം ദീർഘകാലമായി ഉണ്ട്. അത്തരമൊരു അതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ ഈ നിലമ്പൂരും അങ്ങനെ CPMന്റെ നേതൃത്വത്തിനൊരു താക്കീത് നൽകുന്നുവെങ്കിൽ അത് അൻവറിലൂടെ എന്ന് കരുതുന്ന രൂപത്തിൽ സഖാക്കൾ ഇറങ്ങുമോ?
വേണു, ഒഞ്ചിയത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ചില ആശയപരമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ പ്രാദേശികമായ മറ്റു ചില വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 2-3 പഞ്ചായത്തുകളിൽ ജനതാദളുമായുള്ള അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച തർക്കം കൂടി ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾ അങ്ങനെ CPIഎമ്മിലെ ആശയപരമായ വിഷയങ്ങൾ, ഈ പ്രാദേശിക വിഷയങ്ങളെല്ലാം കൂടി ചേർന്ന് ഒഞ്ചിയത്ത് ഒരു വലിയൊരു ജനകീയ പ്രസ്ഥാനം അവിടെ രൂപപ്പെടുന്ന നിലയിലേക്ക് അന്ന് എത്തുകയാണ് ചെയ്തത്. നിലമ്പൂരിലാകട്ടെ, നിലമ്പൂരിനെ സംബന്ധിച്ച് CPIഎമ്മിന് നേരത്തെ തന്നെ 65-67 കാലഘട്ടത്തിൽ തന്നെ അവിടെ MLA ഉണ്ടായിരുന്ന കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വം ഒക്കെ അനുസ്മരിക്കുന്ന CPIഎമ്മിൻ്റെ പ്രവർത്തകരുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെ പിന്നീട് ആര്യാടൻ മുഹമ്മദ് കുറേ വർഷങ്ങളോളം അവിടെ ജയിക്കുകയും ആ മണ്ഡലം 2016 ഇടതുമുന്നണി പിടിച്ചെടുത്തത് PV അൻവറിലൂടെയാണ്. അതുകൊണ്ട് PV അൻവറിന് ആ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും സുപരിചിതമാണ് എന്ന് മാത്രമല്ല, അവിടെ ജനങ്ങളുമായിട്ട് CPIഎം പ്രവർത്തകരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അവരുടെ വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ആളാണ് PV അൻവർ. അദ്ദേഹം 2016 ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുന്നു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2021 അദ്ദേഹം വീണ്ടും VV പ്രകാശിനെ പരാജയപ്പെടുത്തി വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു മണ്ഡലത്തിൽ, അത് കോൺഗ്രസിൻ്റെ ഒരു കുത്തകയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ഇദ്ദേഹത്തിൻ്റെ PV അൻവറിൻ്റെ ജനസ്വാധീനം കൂടിയാണ് CPIഎം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ PV അൻവറിന് അവിടെ നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ജനസഞ്ചയം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് ഇനിയിപ്പോൾ CPIഎമ്മിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനത്തിൽ CPIഎം പ്രവർത്തകർ പങ്കെടുക്കുന്നതിനൊക്കെ വിലക്കേർപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് PV അൻവറിൻ്റെ തന്ത്രം, അദ്ദേഹം നേരത്തെ മുതൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് പരമാവധി വോട്ടുകളൊക്കെ സമാഹരിച്ച ആ തന്ത്രം, ജനകീയനെന്ന പരിവേഷം, അത്തരം കാര്യങ്ങളൊക്കെ മാത്രമല്ല താൻ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് CPIഎം കേന്ദ്രങ്ങളിലൊക്കെ പലതവണ അവരുടെ അടുക്കള വർത്തമാനങ്ങളിൽ CPIഎമ്മിൻ്റെ പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും PV അൻവർ തുറന്നു പറഞ്ഞു എന്ന് PV അൻവറിനെ പല CPIഎം സൈബറിടങ്ങളിലൊക്കെ വാഴ്ത്തുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള CPIഎം പ്രവർത്തകർ, അതിൽ പ്രധാനമായും CPIഎം പ്രവർത്തകർ എന്ന് മാത്രമല്ല താഴെത്തട്ടിലുള്ള പ്രവർത്തകരൊക്കെ പലതവണ അവർ കേസുകളും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർ ഉണ്ട്. ജനകീയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരമായി ബന്ധപ്പെടുന്ന പഞ്ചായത്ത് മെമ്പർമാർ മുതൽ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കളൊക്കെ അത്തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നവരുണ്ട്. അവർക്ക് കൂടി സംരക്ഷണം തീർക്കുക, അവരെ ഇപ്പോൾ തീർത്തും അവഗണിക്കുന്ന, അവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും അവഗണിക്കുന്ന സമീപനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് PV അൻവർ ഈ CPIഎം പ്രവർത്തകരുടെ വികാരം കൂടി ഒപ്പമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ചയിലെ പൊതുയോഗം അത് PV അൻവറിൻ്റെ അവിടുത്തെ രാഷ്ട്രീയ സ്വാധീനം തെളിയിക്കുന്ന ഒരു പൊതുയോഗമായിരിക്കുമോ, അതോ CPIഎമ്മിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അവിടുത്തെ പ്രവർത്തകർ വഴങ്ങുമോ എന്നതൊക്കെ ഏതായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ അതൊരു വലിയ യോഗമാകുന്നതിനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അത് തടയിടാൻ CPIഎം അവരുടെ നേതൃത്വം പരമാവധി ശ്രമിക്കും എന്ന കാര്യം ഉറപ്പുമാണ്. വേണു.